ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ആരാ നിന്റെ ഭർത്താവ്? ഞാനാണോ അതോ കാശിയേട്ടനാണോ? താലി കെട്ടിയെന്നുള്ളതുകൊണ്ട് മാത്രം ഹസ്ബൻഡ് ആവില്ല. പിന്നെ സ്വന്തം ഏട്ടനെയാ എന്നോട് ചേർത്ത് പറയുന്ന. ബോധമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്താ നിന്റെ സംസാരം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഈയിടെയായിട്ട് പേടി കുറച്ച് കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഒക്കെ ശരിയാക്കി തരട്ടെ ഞാൻ. വഴിന്ന് മാറി നിൽക്ക്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം. എനിക്ക് വെറുതെ നിങ്ങൾ രാവിലെ തന്നെ അടിവെക്കാൻ സമയമില്ല. എൻ്റെ മുമ്പിൽ നിന്ന് മാറി. എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിലൊക്കെ ഞാൻ വിടാം. അതിനു മുന്നേ ഏട്ടൻ തന്ന ടാബ്ലറ്റും പാഡുമായി വേഴ്സ് ബില്ലിട്. എന്നിട്ട് ഞാൻ തന്നത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഈ റൂമിന് പുറത്ത് പോകും. അതിപ്പോൾ ടോയ്ലറ്റിലായാലും എവിടെയായാലും. എൻ്റെ ഈശ്വര, ഇത് മാനസിക രോഗമാണല്ലോ. അതെ, ഒരു കാര്യം നീ ചിന്തിക്ക്. നീ ഇനി തൊട്ട് ഒരു മാനസിക രോഗിയുടെ കൂടെ ജീവിക്കാൻ പോകുന്ന. അതുകൊണ്ട് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചോ. അതാണ് നിനക്ക് നല്ലത്. ശരി, താൻ തന്നതിനെ യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ വഴിയിൽ നിന്ന് മാറി. എനിക്ക് ടോയ്ലറ്റിൽ പോകണം. പൊക്കോ. ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ അനുവാദമില്ലാതെ വീട്ടിൻ്റെ പുറത്ത് പോകരുത്, മനസ്സിലായോ? ഞാൻ തരുന്ന സാധനം മാത്രമേ നീ യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാ പൊക്കോ. ചെറിഞ്ഞു നോക്കാതെ ടോയ്ലറ്റ് കയറി പോടി. ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ. ഹലോ. ഓക്കെ. ഞാനൊരു ഹാഫ് അവേഴ്സിനകത്ത് അവിടെ എത്തിക്കോളാം. ബൈ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇവിടുത്തെ സിഇഒയുടെ റൂമൊന്ന് കാണിച്ചു തരാമോ? ഞാൻ ന്യൂ ഡോക്ടറാണ്, ന്യൂ അപ്പോയിൻമെൻറ്റ്. സോ എനിക്കിവിടെയൊന്നും അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. ന്യൂ ഡോക്ടറാണല്ലേ? 2 CEO ഉണ്ട്. 2 പേരും ഇപ്പോൾ ഓഫാ. സാരല്ല, 30 മിനിറ്റ്സിനുള്ളിൽ അവരെത്തും. സാർ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും ഞാൻ ഇൻഫോം ചെയ്യാം. ഓ താങ്ക് യു. ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ശ്രീജിത്ത്, വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ ഇന്ന് കാണാൻ പോവുക. നേരത്തെ വന്നിരിപ്പുണ്ടല്ലോ. ന്യൂ ജോയിനായിട്ട് വന്ന ഡോക്ടറിനെ എൻ്റെ ക്യാബിനിലോട്ട് പറഞ്ഞു വിട്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് പറഞ്ഞു വിട്ടാൽ മതി. ഡോക്ടർ CEO വന്നിട്ടുണ്ട്. ഡോക്ടറോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ സ്ട്രീറ്റ് പോയിട്ട് ലെഫ്റ്റ് കാണുന്ന ആ ഒരു ക്യാബിനാ. താങ്ക് യു. ഞാൻ CEO കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ബൈ. മേ ഐ കം ഇൻ? ഷുവർ കം ഇൻസൈഡ്. ഇരിക്ക്. താങ്ക് യു. ശ്രീജിത്തിന് എന്നെ ഇവിടെ കണ്ടപ്പോൾ ഷോക്കായോ? ഒരു ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇവിടെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ നാട് കടത്തുമെന്ന് ഞാൻ കരുതിയേ. നോ അങ്ങനെ അങ്ങ് നാട് കടത്തിക്കളയാൻ പറ്റുമോ? നീ ഇവിടെ വേണം, എൻ്റെ ഓഫീസിൽ. ഓൾ റൈറ്റ്, ഇവിടെ തന്നെ എന്നെ കൊണ്ടുവന്നതിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, കൂടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് ജോയിൻ ചെയ്യാമായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ തരാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. വധു ആരാണെന്ന് നിനക്കറിയാം? അറിയാം. സാക്ഷിയല്ലേ നീ കല്യാണം കഴിച്ചത്? അവൾക്ക് നിൻ്റെ കൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ, നിൻ്റെ കൂടെ നിൽക്കാൻ വയ്യാന്നൊരു വാക്ക് അവൾ എന്നോട് പറഞ്ഞാൽ മതി. അന്നൊന്നും അവളുടെ ഒരു വാക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അത് കിട്ടിയ പിന്നെ നിനക്ക് മോശമായിട്ട് നോക്കിയാലും അവളെ കിട്ടില്ല. ഞാൻ കൊണ്ടുപോകും. സ്റ്റോപ്പ് ഇറ്റ്. അതിനൊരവസരം ഞാനായിട്ട് ഒരുക്കി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാക്ക് പോയിട്ട് അവളെ കാണാൻ പോലും ഞാൻ അനുവദിക്കില്ല. ഒരുക്കം നീ എന്നെ പൊട്ടനാക്കിയതാ അവളുമായിട്ട് ചേർന്ന്. ഇനി ഞാനതിന് അനുവദിക്കില്ല. അവൾ എൻ്റെ കൈ കിടന്ന് പെടയുന്നത് നീ കാണും. ചെയ്തോ, നിനക്ക് പറ്റുന്നൊക്കെ നീ ചെയ്തോ. പക്ഷേ അറ്റ് ദ എൻഡ് അങ്ങനൊരു ദിവസം വരുമ്പോൾ നിനക്ക് ക്ഷമ ചോദിക്കാൻ പോലും ഒരവസരം ഞാൻ തരില്ല അവളോട്. ഇത് നീ മനസ്സിൽ കുറിച്ചിട്ട് ഞാനാ പറയുന്നത്. ബൈ ദ വേ, എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നാൽ ഞാൻ പോയി ജോയിൻ ചെയ്ത് തന്നെ. ഇത്ര നോൺസെൻസ് ടോപ്പിക്കിനൊന്നും എനിക്ക് സമയമില്ല. എന്നാ പിടിക്ക്. മോള് വന്നോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? വേറെ വേദന കുറവുണ്ടോ? അമ്മ, ഞാനിപ്പോൾ ഓക്കെ. എൻ്റെ സ്റ്റൊമക്ക് പെയിനൊക്കെ മാറി. 2 ദിവസമായില്ലേ? അല്ല, ഋതികേച്ചി അവിടെ കാണുന്നില്ലല്ലോ. അവളും കാശിയും കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി. രാവിലെ ചായ ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണു. സംശയം തോന്നി കാർഡിട്ട് നോക്കിയപ്പോൾ പോസിറ്റീവാ. എന്നാലും ഹോസ്പിറ്റലിൽ പോയി പോസിറ്റീവ് സ്ഥിരീകരിക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കുക. തിരിച്ചു വന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു നല്ല വാർത്ത അറിയാം.
ആഹാ, രാവിലെ തന്നെ നല്ല വാർത്തയാണല്ലോ അമ്മ. പോയവർ ഇപ്പം എത്തും. ടൈം ഒരുപാടായില്ലേ. അവരെത്തിയിട്ട് വേണം പിള്ളേരുടെ അച്ഛനോട് പറയാൻ. ഒത്തിരി സന്തോഷമാവും. എന്നാ വേഗം പറഞ്ഞു. സംഭവം പോസിറ്റീവാ, അതുകൊണ്ട് അച്ഛൻ ഇനി സന്തോഷിക്കാം. രണ്ടാളും എത്തിയല്ലോ. ഹൃദയജി കൺഗ്രാറ്റ്സ്. കാശേട്ടാ കൺഗ്രാറ്റ്സ്. രാവിലെ തന്നെ നല്ല ന്യൂസാ. സാക്ഷി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഓടിപ്പോയി ഋഷിയോട് പറയട്ടെ, ഇല്ലെങ്കിൽ ഇനി അത് മതി പടങ്ങാൻ. ആഹാ, ഹൃദയജി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ക്ഷീണിച്ചോ? വാ, എവിടെ ഇരിക്കും. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു തലകറക്കം, അത്രയേ ഉള്ളൂ. ഇനി മുതൽ രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ കിച്ചണിലോട്ടൊന്നും വരാൻ നിൽക്കണ്ട. ഇവിടെ ഞാനും അമ്മയൊക്കെ ഇല്ലേ. ഇനി ഹൃദയജി റെസ്റ്റ് എടുത്തോ. അത് സാക്ഷി മോള് പറഞ്ഞ കറക്റ്റ്. രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ ഇവളെ കിച്ചണിൽ വരും ചായ ഇടാനായിട്ട്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ രണ്ടുപേരും പറയുന്ന പോലെ ഞാനങ്ങ് കേൾക്കാം. എന്നാ വേഗം വിട്ടോ റൂമിലോട്ട്. പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം. അവളുടെ ഒരു വാക്കിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാണ് പോലും. വാക്ക് പൊട്ടവളെ കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അവൾ എനിക്ക് വേണം. ഹലോ ഏട്ടാ, എന്ത് ഇമ്പോർട്ടൻ്റ് ആയാലും ഞാൻ അങ്ങോട്ട് വരുക. വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല, ഹൃതികേച്ചി അവിടെ പോയി? റൂമിലും ഇല്ല, ഹാളിലും ഇല്ല. ഞാൻ ഈ വീട് മൊത്തം നോക്കിയല്ലോ. എൻ്റെ സാക്ഷി, കുറേ നേരമായല്ലോ ഈ ഗ്ലാസും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. കാശേട്ടാ, ഞാൻ ഹൃതികേച്ചി എല്ലായിടവും നോക്കി ഈ ജ്യൂസ് ഒന്ന് കൊടുക്കാൻ. എന്നിട്ട് ആളെ കാണാനില്ല. ജസ്റ്റ് അവളെ തിരയാണോ? അവൾ ആ ബാൽക്കണിയിലുണ്ട്. കുറച്ച് ഫ്രഷ് എയർ വാങ്ങാൻ വേണ്ടി പോയതാ. കൊള്ളാം, ഞാൻ ഈ വീട് മൊത്തം നോക്കി, അവിടെ മാത്രം നോക്കിയില്ല. ആൾ അവിടെയാണല്ലേ. ഞാനിതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ. ഏട്ടനെന്താ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറഞ്ഞത്? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇതിന് ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരുന്നാൽ പോരെ. ഈ സമയത്ത് എന്തിനാ രാത്രിയോ സമാധാനം തരുന്നില്ല, രാവിലെയും. എന്താ, നീ എന്നെ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ടാണോ കാണുന്നത് ഇങ്ങനെ നോക്കാൻ? അതിന് ഞാൻ നിന്നെയല്ലല്ലോ നോക്കിയേ. ഞാൻ ഇതിലേ പോയപ്പോൾ നീയല്ലേ ഇങ്ങോട്ട് വന്ന്? ഈയിടെ ഞാൻ നോക്കുന്നുണ്ട്. തീരെ റെസ്പെക്റ്റ് ഇല്ല. ശരിയാക്കി തരാം ഞാൻ. ഇവരെന്താ ഇങ്ങനെയൊക്കെ? ഇവർക്ക് ഹലോ, ഇതെന്താ സ്റ്റേജ് ആണോ? എന്താ ഏട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമോ? വീണ്ടും ഓഫീസിലോ കമ്പനിക്കെതിരെ എന്തെങ്കിലും? ആരെങ്കിലും പിന്നെയും? എന്തായിരുന്നു ഇത്ര അർജൻറ്റായിട്ട് പറയാനുണ്ടായിരുന്നത്? എന്തു പറ്റി? പറയാനുള്ളത് എന്താണെന്നുള്ളത് ഫോണിൽ കൂടെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. ശരി പോട്ടെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നീയൊരു കൊച്ചുജനാവാൻ പോവുക, അത് പറയാനാ. എന്ത് കൊച്ചുജനോ? ഞാനോ? നീ ഒരു കൊച്ചിനാവാൻ പോകുന്നു, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. കൊള്ള, ഫോണി പറ്റിച്ചല്ലേ. അങ്ങനെ വരട്ടെ. താഴെ വെക്കട, ഞാൻ വീഴും. നമുക്കിത് ആഘോഷിക്കേണ്ട ഒരു ട്രിപ്പ് പോയാലോ? നിൻ്റെ അടുത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് നോ ട്രിപ്പ്, ഓക്കെ? അല്ല, എന്നിട്ട് പൂച്ചക്കുട്ടിയേട്ടത്തി അവിടെ പോയി? ഞാൻ കണ്ടില്ലല്ലോ. റെസ്റ്റിലാണോ? എന്നാലും ഒന്ന് പോയി കണ്ടേക്കാം. നല്ല ആളാട്ടോ. ഞാൻ ഈ വീട് മൊത്തം അരിച്ച് പറക്കി, എങ്ങും കണ്ടില്ല. അവസാനം എൻ്റെ ഓട്ടം കണ്ടിട്ട് കാശേട്ടനായി പറഞ്ഞത് ബാൽക്കണിയിൽ ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ റൂമിലിരിക്കാനല്ലേ പറഞ്ഞേ. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വെപ്രാളം പോലെ. അതാ ഞാനിവിടെ വന്ന. ജ്യൂസ് കൊള്ളാം. അല്ല ഹൃതികേച്ചി, ഞാൻ രാവിലെ ചോദിക്കണമെന്ന് വിചാരിച്ച എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാണ്ട് ടെൻഷനാണോ അതോ ഇനി ക്ഷീണമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ? എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഒരു അസ്വസ്ഥത പോലെ വല്ലാണ്ട് ആലോചിക്കുമ്പോൾ. ഈ ടൈമിൽ എന്താ ഇത്ര ആലോചിക്കാനുള്ള? അത് പിന്നെ സാക്ഷി, എൻ്റെ അമ്മ മരിക്കുന്നത് എന്നെ ഡെലിവറി ആകുമ്പോഴാണ്. അന്ന് അച്ഛൻ, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. അച്ഛൻ എന്നെ വല്ലാണ്ട് പാടുപെട്ടാൻ നോക്കിയ. ഇനി എൻ്റെ ഡെലിവറിക്ക് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ? എൻ്റെ ഏട്ടൻ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനെങ്ങാനും പോയാൽ ഏട്ടൻ എങ്ങനെ ജീവിക്കും? എനിക്കാണെങ്കിൽ ഇപ്പോഴും ഏട്ടനോട് ജീവിച്ച് കൊതി തീർന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ ചെയ്ത്? ഇതൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ സന്തോഷമായിട്ടല്ലേ ഇരിക്കേണ്ടത്? പിന്നെ ഏട്ടനെ പോലെ ഒരാളിങ്ങനെ സ്നേഹിക്കാനുള്ളപ്പോൾ എന്തിനാ മരണത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്? ഏട്ടനെ പോലെ ഒരാളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുള്ളപ്പോൾ ചേച്ചി എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്? എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇഷ്ടമുള്ള ആളുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കുന്നത്. അതൊക്കെ കിട്ടാത്ത എത്ര പേരുണ്ടാവും ഈ ലോകത്ത്? അപ്പോഴാ എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി സമാധാനമായിട്ടൊന്ന് ഉറങ്ങാം, അതിന് ഏറ്റവും വലിയ ഭാഗ്യം. അതൊന്നുമില്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്. സാക്ഷി, സോറി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് വിഷമമൊന്നായില്ല. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനങ്ങനെ ചില സമയം നല്ല മൂഡ് അതിനെ ബാഡ് മൂഡായിട്ട് ചേഞ്ച് ചെയ്യും.
ചില സമയം ബാഡ് മൂഡ് നല്ല മൂഡായിട്ട് ചേഞ്ച് ചെയ്യും. സോറി, ഒരു കാര്യം ചെയ്യും, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എനിക്കെന്തോ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. ചേച്ചി പോയിട്ട് വാ. ഹലോ മൈ ഡിയർ വൈഫ്, വല്ലാണ്ടങ്ങ് സെൻറ്റിമെൻ്റ് ആയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഇതിന് വേറെ പണിയൊന്നുമില്ലേ? എപ്പോഴും എൻ്റെ പിറകെ ഇങ്ങനെ നടക്കാൻ. എന്താ ഞാൻ വന്നത് വല്ലാണ്ടങ്ങ് ഇഷ്ടമായോ? മുഖത്തെ ഭാവങ്ങൾ കാണുമ്പോൾ എന്നെ മിസ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നും മിണ്ടണ്ട, അതാ എനിക്ക് നല്ലത്. നിൻ്റെ വായിലെന്താ പഴം കുത്തിക്കറ്റി വെച്ചിട്ടുണ്ടോ? നിനക്കെന്താ സംസാരിക്കാൻ അറിയില്ലേ? അതോ എന്നോട് സംസാരിക്കില്ല എന്നാണോ? എൻ്റെ വായിലൊന്നുമില്ല. എനിക്ക് റൂമിൽ പോകണം. വഴിയിൽ മാറി നിൽക്കുക. വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടല്ലോ. ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങുമെന്ന് ഉറക്കി തരാൻ ഞാൻ. അതൊക്കെ പോട്ടെ, ആരാ ഇഷ്ടമുള്ള ആൾ? ശ്രീജിത്താണോ? അവൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാനാണോ നീ വല്ലാണ്ട് ആഗ്രഹിക്കുന്നത്? നടത്തി തരാൻ ഞാൻ. ഋഷി മതി, എനിക്ക് നിന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലോ? ഞാനും കൂടെ ഒന്ന് സ്നേഹിക്കട്ടെ. പറ, ശ്രീജിത്തിനെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ടോ നീ? മാറി നിൽക്ക്, തൊട്ട് പോരുതന്നെ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെയൊന്നും വേണ്ടാന്ന്. മാറ്. ചെല്ലു, എവിടെ വരെ നീ പോവും? 2-3 ഡേയ്സ് കൂടെ കഴിയട്ടെ, നിന്നെ ഞാൻ ശരിക്കും സമാധാനമായിട്ട് ഉറക്കിത്തരാം. ഈശ്വര, എനിക്ക് മാത്രമല്ല ഇങ്ങനെ. ഇവനെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? ശ്രീജിത്ത്. ദൈവമേ, ഇത് ഋഷി തന്നെയാണോ? ഇവൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇത്രയ്ക്കും അവളോട് കാണിക്കാൻ മാത്രം ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായേ? എന്തോ ഉണ്ട്, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സാക്ഷി, നീ എന്തിനാ ഇപ്പോൾ കരയുന്നത്? ഏയ് കാശിയുടെ, ഞാൻ കരഞ്ഞതല്ല. ബാൽക്കണി നിന്നപ്പോൾ കണ്ണിലെന്തോ പോയി. മുഖം വാഷ് ചെയ്താൽ അത് മാറും. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. പോയി ഫേസ് വാഷ് ചെയ്യ്. സാക്ഷിയുടെ അമ്മ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണെന്നല്ലേ പറഞ്ഞ അഡ്മിറ്റ്? അപ്പോൾ ആൻറ്റി ഒന്ന് പോയി കാണണം. ആൻറ്റിയോട് ചോദിക്കണം ഇവരെങ്ങനെ കല്യാണം കഴിച്ചതെന്ന്. ഒരിക്കലും ഋഷി സ്നേഹത്തോടെ അവളെ കല്യാണം കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവളിപ്പോൾ അവിടെ പാടുപെടുന്നുണ്ടാവും. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. നാളെ എല്ലാവരും ഈവനിങ് ഈ വീട്ടിൽ ഫ്രീ ആയിട്ടുണ്ടാവണം. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ വച്ചിട്ടുണ്ട്. ഫംഗ്ഷനോ? നാളെ ഈവനിങ് ഞാൻ ഫ്രീ ആണ് അച്ഛാ, ഞാനുണ്ടാവും. ഞങ്ങൾ മൂന്നാളും ഇവിടെ ഉള്ളവരാണല്ലോ. നിങ്ങളാണുങ്ങൾക്കല്ലേ തിരക്ക്? അല്ല, എന്ത് ഫംഗ്ഷനാ? അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തിനാ ഒരു ഫംഗ്ഷനൊക്കെ? ഞാൻ ഫ്രീ ആവാൻ പറ്റുമോ നോക്കട്ടെ. നോക്കിയാൽ പോരാ, നനക്കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫംഗ്ഷൻ. ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിലെ കൊളീഗിനെയും ഡോക്ടേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. കാശിയുടെയും ഋതികയുടെയും ഈ ഗുഡ് ന്യൂസ് നമുക്ക് പറയണ്ടേ? പിന്നെ നിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ. ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇവിടുത്തെ ഇളയ മരുമകളെ അറിയില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു തുടങ്ങി. ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരുതി നാളെ ഒരു റിസപ്ഷൻ എടുക്കാമെന്ന്. ഓ, അതിൻ്റെ മെയിലായിരുന്നോ ഇന്നലെ അച്ഛൻ എല്ലാ ഡോക്ടേഴ്സിനും ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞത്? ഞാൻ മെയിൽ വായിച്ചിട്ടില്ലായിരുന്നു. ഡോക്ടേഴ്സിനോ? അതായത് ന്യൂ ആയിട്ട് ജോയിൻ ചെയ്ത ഡോക്ടേഴ്സിനും ഇൻവിറ്റേഷൻ കൊടുത്തോ? പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയതാണോ പഴയതാണോ ഞാൻ നോക്കിയില്ല. പുതിയ ആൾക്കാരെയൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ, ഒരു റിസപ്ഷൻ പങ്കെടുത്തു എന്ന് കരുതി ഇപ്പം എന്താ പ്രശ്നം? അവരും വന്നിട്ട് പോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലെ ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നടക്കട്ടെ. ഹോസ്പിറ്റലിലെ പുതിയ ഡോക്ടേഴ്സിനൊന്നും ഇവിടെ ഉള്ളവരും പരിചയപ്പെട്ടില്ലല്ലോ. അപ്പോൾ നാളെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടാമല്ലോ. അച്ഛൻ ഓരോന്നും പറയുന്നതിന് എന്നെ എന്തിനെങ്കിലും തുറച്ചു നോക്കുന്നു. ഇവൻ്റെ മനസ്സിൽ ഇനി എന്താണാവോ ഓടുന്നത്? എനിക്കുള്ള എന്തെങ്കിലും പണി തരാനായിരിക്കോ? ഈശ്വര, എന്നെ കാത്തോണേ. ഞാനും പറയണമെന്ന് വെച്ചതാ. സാക്ഷി പോലെ ആർക്കും അറിയില്ല. അവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ശരി, സമയം ഒരുപാടായില്ലേ? എല്ലാവരുമേ കിടന്നു. ഋതിക മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേടാ. എനിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല അമ്മ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ ഉറപ്പായിട്ടും വിളിക്കും. എന്നാൽ ശരി, എല്ലാവരും പോയി ചാച്ചിക്കോ, നമുക്ക് ഉറങ്ങാം. വാടി. ഋഷി എന്തിനാ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്? മനസ്സിൽ എന്തെങ്കിലും കയറി തട്ടിയിട്ടുണ്ടോ? പതുക്കെ ഇവിടെ എണീറ്റ് പോയി റൂമിൽ കിടന്നുറങ്ങാം. അതാ നല്ലത്. വെറുതെ അവൻ്റെ ഇരയാവാൻ വേണ്ടി നിന്ന് കൊടുക്കണ്ട. അവൻ വരുന്നതിന് മുന്നേ കിടന്നുറങ്ങുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അടിയാവും. എന്താ ആലോചിക്കുന്നത്?
ഞാൻ വരുന്നതിന് മുന്നേ എങ്ങനെ ഉറങ്ങാമെന്നാണോ ആലോചിക്കുന്നത്? അല്ല, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞത് കേട്ടതുകൊണ്ടായിരിക്കും. നാളെ ന്യൂ ജോയിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരുമല്ലേ, അപ്പോൾ നീ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും അതിൽ കാണും. അതുകൊണ്ടാണോ ഈ സന്തോഷം? ഋഷി, നിനക്കതാ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്ത. ഞാൻ ആരെയും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. വെറുതെ എൻ്റെ മണ്ടയ്ക്ക് എന്തിനാ ഇങ്ങനെ കയറുന്നത്? അല്ലെങ്കിൽ തന്നെ നിന്നോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം? പോത്തിന് വേദവുന്ന പോലെ ഞാൻ കിടക്കാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലും അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. ഋഷി, എന്നെ വിട്. വിടാനല്ലോ ഞാൻ പിടിച്ചത്. ഋഷി, എനിക്ക് പീരീഡ്സ് ആണ്. നല്ല സ്റ്റമക്ക് പെയിൻ ഉണ്ട്. എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. വിട്. ഗുഡ് നൈറ്റ്. നന്നായിട്ട് റെസ്റ്റ് എടുത്തോ. ഒരു 2-3 ദിവസം കഴിയട്ടെ. എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ തരുന്നുണ്ട്.